എന്നാ കഴിക്കുന്നേ? ദാൽ കറി, പിന്നെ ചായ, പിന്നെ ഇതെന്താ? ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നെന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ തന്നെ രാവിലെ കറണ്ട് ഇല്ല കേട്ടോ. അങ്ങനെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് കിച്ചണിലെ ഈ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷം വന്നാൽ ഇനിയിപ്പോൾ ബാക്കി വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചതായിരുന്നു. ആ സമയത്ത് കറണ്ട് വന്നു. ഗ്രീൻ ടീക്കുള്ള വെള്ളം ഗ്യാസിലേക്ക് വെച്ച സമയത്താണ് കറണ്ട് വന്നത്. എന്നാൽ പിന്നെ ബാക്കി വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി അങ്ങ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരടുപ്പിൽ ഗ്രീൻ ടീക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്, ഇപ്പുറത്തെ അടുപ്പിൽ ഒരു പാൻ ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ഉച്ചക്കത്തേക്ക് പയറ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തലേന്ന് തന്നെ പയറും അതിന് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പയർ മെഴുക്കുവരട്ടിയാണ്. ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും തന്നെ അതിൻ്റെ റെസിപ്പി അറിയാമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തവരൊക്കെ നല്ലതാണെന്ന് ഫീഡ്ബാക്കും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പയർ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി ഞാനതങ്ങനെ വേവിക്കാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രീൻ ടീയുടെ വെള്ളം റെഡിയായപ്പോൾ അത് 2 ഗ്ലാസ്സിലേക്കും ഒഴിച്ച് മാറ്റി വയ്ക്കുകയാണ്. പാത്തവും ദിനവും നല്ല ഉറക്കാട്ടോ, എണീറ്റ് വന്നിട്ടില്ല. അങ്ങനെ ടീ ബാഗൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പയറ് മെഴുക്കുവരട്ടിക്കകത്ത് ഞാൻ കറിവേപ്പില ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഓർത്തപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും, അതുകൊണ്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ദാൽ കറിയാണ്. അപ്പോൾ ദാൽ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് ദാൽ, നമ്മൾ ഈ സാമ്പാറിനൊക്കെ എടുക്കുന്ന ദാലില്ലേ, ആ ദാൽ തന്നെ, സാമ്പാർ പരിപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതൊരു കപ്പ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് എന്തുമാത്രം കറിയിൽ ലിക്വിഡായിട്ട് വേണം എന്നനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത്രയും ചേർത്തതിന് ശേഷം ഒരു 6 വിസിൽ വരുന്നിടം വരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നന്നായിട്ട് വെന്ത് ഉടഞ്ഞതിന് ശേഷം ഉപയോഗിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 വിസിലൊക്കെ മതിയാവും കേട്ടോ പരിപ്പ് വേവാനായിട്ട്. അങ്ങനെ പരിപ്പ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദാൽ കറിയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല ടൈപ്പിൽ ഉള്ള ദാൽ കറി ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല അല്ലേ? അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് അഞ്ജന ഈ ഒരു റെസിപ്പി എനിക്ക് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് ദിനുവിനും. അതിനുശേഷം ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അഞ്ജനയ്ക്കൊരു വലിയ താങ്ക്സ് കേട്ടോ. അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മുടെ പയറ് മെഴുക്കുവരട്ടി വെന്തിട്ടുണ്ട്. അത് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് വരും, എല്ലാം കറക്റ്റാണ്. പരിപ്പും വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പരിപ്പ് കറി, ദാൽ കറി വെക്കാനായിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് കേട്ടോ. ചട്ടി വെച്ച് അത് ചൂടായി വന്നപ്പം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ വേണം എടുക്കാനായിട്ട്, കോക്കനട്ട് ഓയിൽ എടുക്കരുത്. അങ്ങനെ ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ജീരകം ഇട്ടാണ് പൊട്ടിച്ചത്. കടുകല്ല, ജീരകം ഇട്ടാണ് പൊട്ടിക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ ഒരു 10-12 വെളുത്തുള്ളിയാണ് ഇതിന് കൂടുതലായിട്ട് വേണ്ടത്. അങ്ങനെ വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഒരു സവോള നമ്മൾ ചെറുതാക്കി, നമ്മൾ തീരെ പൊടിയായിട്ട് അരിയല്ലേ, അങ്ങനെ ഒരു മീഡിയം സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു സമയത്ത് ദിനു എണീറ്റ് വന്ന് വെളിയിലിരുന്ന് ഏതാണ്ട് ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. പാത്തു ഇപ്പോഴും നല്ല ഉറക്കമാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റൈസ് കുക്കറിൽ തലേന്ന് തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരി എടുത്തിട്ട് ബാക്കിയും കൂടെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചോറ് റെഡിയായി കിട്ടും. റൈസ് കുക്കറിൽ വെക്കുന്നതുകൊണ്ട് രാവിലത്തെ ചോറിൻ്റെ പണി എളുപ്പമാണ് കേട്ടോ. പിന്നെ ദിനുവാണെങ്കിൽ ആ സമയത്ത് വേസ്റ്റൊക്കെ കെട്ടി വെളി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഷൂ ഒക്കെ പോളിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേസ്റ്റ് നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റും ഡ്രൈ വേസ്റ്റും ഒക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. അങ്ങനെ പൊടികളുടെ പച്ചമണം മാറി വരുമ്പം
ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടയണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് മൂടി വെക്കുകയാണ്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, മടിക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് രാവിലെ നമ്മൾ ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് മാവ് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ സാധാ നമ്മൾ നോർമൽ വാട്ടറിൽ തന്നെ ആട്ടോ കുഴയ്ക്കുന്നത്, അല്ലാതെ ചൂടുവെള്ളത്തിലൊന്നുമല്ല. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അടിക്ക് പിടിക്കുന്നു എന്ന് തോന്നിയപ്പം. അതിനുശേഷം നമ്മളതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പരിപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം പോരാന്ന് തോന്നിയപ്പം ചൂടാക്കി, അതായത് നല്ല പോലെ തിളപ്പിച്ച വെള്ളമാട്ടോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതാ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. ചോറൊന്ന് വാർത്തിട്ടിട്ടുണ്ട്, അതിലെ വെള്ളം എല്ലാം കൂടെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ദാൽ കറിയിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചധികം മല്ലിയില കട്ട് ചെയ്തിടുക കേട്ടോ. നല്ല പോലെ വാഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മല്ലിയിലയാണ്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് നന്നായിട്ടൊരു 6-7 മിനിറ്റൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഞാൻ ഒരു ചെറിയ പാത്രം വെച്ചിട്ട്, നമ്മൾ കടുക് പൊട്ടിക്കുന്ന പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നെയ്യിലേക്ക് നമ്മൾ കടുകിന് പകരമായിട്ട് ജീരകം ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ, ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അത് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ദാൽ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ലാസ്റ്റ് നമ്മളിങ്ങനെ വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ ഇങ്ങനെയൊന്ന് നെയ്യിൽ ഫ്രൈ ആക്കി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ ഒരു ദാൽ കറിക്ക്. അങ്ങനെ നമ്മുടെ ദാൽ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തിയുടെ പരിപാടിയിലേക്ക് പോയി. ചപ്പാത്തി പെട്ടെന്ന് തന്നെ ഞാൻ പരത്തി ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ റെസിപ്പിയും ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ വ്ലോഗുകളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ റെസിപ്പീസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലഫി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും റെഡിയായി. അപ്പോൾ ദിനു ഓഫീസിൽ പോകാൻ റെഡിയായിട്ട് വന്നിരുന്ന് ചപ്പാത്തിയും ദാൽ കറിയും കഴിക്കാൻ പോകാട്ടോ. പിന്നെ ഈ ഒരു ദാൽ കറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് തന്നെയാണ് ചോറിനും കൊണ്ടുവന്നത്. ഇത് മതിയെന്ന് നേരത്തെ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ കറികളൊന്നും വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ദിനുവിന് ലഞ്ച് ബോക്സ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ചോറും ദാൽ കറിയും പയർ മെഴുക്കുരട്ടിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ലഞ്ച് ബോക്സിൻ്റെ പരിപാടി കഴിഞ്ഞു. പാത്തുവിനാണെങ്കിലും ദാൽ കറിയും പയർ മെഴുക്കുരട്ടിയൊക്കെ ഇഷ്ടമാണ്. പിന്നെ കൂടാതെ അവൾക്ക് ഉച്ചയ്ക്ക് ഒരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുത്താൽ അവൾ ഹാപ്പി ആയിക്കോളും. അങ്ങനെ ഉച്ച വരെയുള്ള പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ലഞ്ച് ബോക്സ് കാണിക്കുന്ന സമയത്ത് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇത് എവിടുന്നാണ് വാങ്ങിയത്, ഇത് ഏതാണെന്നൊക്കെ. ഇത് ബൊറോസിലിൻ്റെ ലഞ്ച് ബോക്സ് ആണ്, നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ദിനു കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ബാക്കി പണികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പം പിന്നെ പാത്തുവിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കുകയാണ്. പാത്തുവിന് സ്പെഷ്യലാണ് കേട്ടോ, മടക്ക് ചപ്പാത്തി. അതിനകത്ത് ഞാൻ നെയ്യ് വെച്ചിട്ടാണ് മടക്കി എടുത്തിരിക്കുന്നത്. കണ്ടോ, നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളും ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും അല്ലേ. അപ്പോൾ ദിനു പോകാനായിട്ടെല്ലാം എടുത്തൊക്കെ വയ്ക്കുകയാണ്. അങ്ങനെ ദിനു ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായെന്ന് അറിയത്തില്ല. ദിനു കാത് കുത്തി കേട്ടോ. അങ്ങനെ ഷേവ് ചെയ്യാനായിട്ട് പോയ ആൾ തിരിച്ചു വന്നപ്പോൾ കാത് കുത്തിക്കൊണ്ടായിരുന്നു വന്നത്. എന്തായാലും വലിയൊരു സർപ്രൈസായി കാത് കുത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ ദിനുവിൻ്റെ ഒരു ആഗ്രഹവും കൂടെ നടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓഫീസിലേക്ക് പോകാൻ സമയമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്നും ബൈക്കിന് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ പോകുന്ന ഓഫീസിൽ കാർ പാർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്നും തന്നെ ഇപ്പോൾ ബൈക്കിങ് കൊണ്ടാണ് പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇവിടെ വൈകിട്ടാകുമ്പോഴത്തേക്കും നല്ല മഴയും ഉണ്ട് കേട്ടോ. അങ്ങനെ ദിനു പോയി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു. TV-യിൽ ഗ്ലാസ്സേലൊക്കെ ഉണ്ടല്ലോ, പാത്തുവിൻ്റെ കൈയുടെ അടയാളം നല്ല പോലെ വീണിട്ടുണ്ടായിരുന്നു. അപ്പം മേളിലൊക്കെ പൊടി നല്ലപോലെ ഉള്ളതുകൊണ്ടാണ് പൊടി തുടയ്ക്കുന്നത്. TV-യിൽ കൈയുടെ പാടുകളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹാളും ഡൈനിങ് ടേബിളിൻ്റെ ഏരിയയും അവിടെ ഒക്കെ നല്ല ക്ലീനാക്കി. അവിടെ ഒക്കെ ക്ലീനിങ് പരിപാടികൾ ആ ഒരു ടൈം കൊണ്ട് കഴിഞ്ഞു. അല്ലേ ചേച്ചോ? എന്നെ കഴിക്കുന്നേ ദാൽ കറി, പിന്നെ ചായ, പിന്നെ ഇതെന്താ? ചപ്പാത്തി.
ഇതാരാ ക്ലിപ്പൊക്കെ തന്നേ? ആരാ? അഞ്ജന ആന്റി. അഞ്ജന ആന്റി തന്നതാ. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. അപ്പ എവിടെ പോയി? ഓഫീസിൽ പോയോ? പാത്തു കണ്ടില്ലല്ലോ. ഏ അപ്പൊ പല്ല് തേച്ചു ഞാനോ? വേഗം വേഗം കഴിക്കില്ലെങ്കിൽ അമ്മ തരാം. അമ്മ പൊട്ടിച്ചു തരണോ? പാത്തു, ദാല് കറി നല്ലതാണോ? അങ്ങനെ പാത്തു എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലെ ക്ലീനിങ് പരിപാടികളിലേക്ക് ഞാൻ വന്നത്. ഒരുപാട് പാത്രമൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും തോറ്റു കൊടുക്കരുത് എന്നുള്ളതാണ്. ഇനി എന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നുന്നിടത്തുനിന്ന് വേണം നമ്മൾ വിജയത്തിൻ്റെ ഓരോ ചവിട്ടുപടികളും വാശിയോടെ കീഴടക്കാനായിട്ട്. തോൽവി ഒരിക്കലും നമുക്കൊന്നിനും ഒരു അവസാനമല്ല. ഓരോ വീഴ്ചയിൽ നിന്നും നമുക്ക് പഠിക്കാനും അതുപോലെ മാറി ചിന്തിക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. സ്വന്തം കഴിവുകളെ മനസ്സിലാക്കാതെ പോകുന്നതാണ് നമുക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം. ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളായിരിക്കും അല്ലേ. ഒരിക്കലും മറ്റുള്ളവരെ കണ്ടിട്ട് നമുക്ക് അതുപോലെ പറ്റുന്നില്ലല്ലോ, അതുപോലെ ചെയ്യാൻ എന്നെക്കൊണ്ടാകുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടരുത്. കാരണം അവർക്ക് പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഇഷ്ടങ്ങളും കഴിവുകളും മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കണം. നമ്മുടെ ലൈഫിൽ പ്രതിസന്ധികളൊക്കെ ഒരുപാട് വരും. ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കണം. ജീവിതത്തിൽ വിജയം കൈവരിച്ചവരൊക്കെ തീർച്ചയായിട്ടും പരാജയം മുന്നിൽ കണ്ടിട്ടുള്ളവരായിരിക്കും. നമ്മളെ തളർത്താനും വിഷമിപ്പിക്കാനും നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ നമ്മുടെ വീഴ്ചയിൽ സന്തോഷിക്കാൻ കാത്തിരിക്കുന്നവരായിരിക്കും അല്ലേ. സോ നെവർ എവർ ഗീവ് അപ്പ്. ഞാൻ മറ്റാരെയും പോലെയല്ല ആവേണ്ടത്, എനിക്ക് എന്നിലെ ദ ബെസ്റ്റ് ആവുകയാണ് വേണ്ടത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. അസാധ്യമായതൊന്നും നമ്മുടെ ഒരു ജീവിതത്തിലില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പാത്തോസ് നല്ല കളിയിലാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ ഇന്നത്തെ തോട്ടിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.